മുബഷിർ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഫാഹിദ്, 1:10 അപകടമാണ്. ഇതാ നോക്കൂ, 5:15 ആയിരിക്കുന്നു സമയം. ഏറ്റവും ശ്രമകരം എന്ന് പറയുന്നത് ഈ ലോറി പുറത്തെടുക്കുക എന്നുള്ളതാണ്. ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെത്തിക്കണം. ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ഹലോ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ശ്രീ ഫാഹിദ്, നമ്മൾ ഇത്രയധികം മണിക്കൂറായി തിരച്ചിൽ നടത്തുകയാണല്ലോ, പക്ഷെ വലിയ ദുഷ്കരമാണ്. സാധാരണഗതിയിൽ ഇതിലിപ്പോ 2 പേരാണ് നമ്മുടെ വണ്ടിയിൽ അകപ്പെട്ടു പോയത്. അകപ്പെട്ടതിൽ ഒരാള് ഓൾറെഡി അവിടുന്ന് എസ്കേപ്പ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ നിസ്സാരമായ പരിക്കുകൾ രക്ഷപ്പെട്ടു. ഒരാളാണ് ഇപ്പൊ നിലവിൽ വണ്ടിയിൽ അകപ്പെട്ട സാഹചര്യം ഉള്ളത്. അപ്പൊ നിലവിൽ നമ്മുടെ സ്കൂബ ടീം അണ്ടർ വാട്ടർ സെർച്ചിങ് നടത്തി വണ്ടി ലൊക്കേറ്റ് ചെയ്ത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വണ്ടി വീണ ഒരു ഇമ്പാക്റ്റില് വണ്ടി ഒന്ന് പൂർണ്ണമായിട്ട് ബോഡി ഇതായത് കാരണം ആളെ റിലീസ് ചെയ്ത് പ്രയാസമാണ്. അതുകൊണ്ട് വണ്ടി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടിയിൽ നിന്നും ആളെ പുറത്തേക്ക് എത്തിക്കാനുള്ള കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണോ ഇപ്പോൾ ഉള്ളത്? ഈ മുസ്തഫ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണോ ഉള്ളത് മാഡം? ഓ യെസ്, അങ്ങനെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ അവസാന ശ്രമത്തിലാണ് മാഡം. ഏറെക്കുറെ നമ്മൾ വണ്ടിയുമായിട്ട് ഏറെക്കുറെ കണക്ട് ചെയ്ത് ക്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാനുള്ള അവസാന ശ്രമത്തിലാണ് ഉള്ളത്. എത്ര സമയം കൂടി വേണ്ടി വരും? കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണല്ലോ കഴിയും. എത്ര സമയം വേണ്ടി വരുമെന്നാണ് കരുതുന്നത്? കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണല്ലോ, ഇത്രയധികം മണിക്കൂറുകളായി. തീർച്ചയായിട്ടും ഇതാ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ കണക്ട് ചെയ്ത് നമുക്ക് ഇനിയിപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ശ്രീ ഫാഹിദ്, സ്റ്റേഷൻ ഓഫീസറാണ് സംസാരിച്ചത്. ഫയർ സ്റ്റേഷൻ ഓഫീസറാണ് സംസാരിച്ചത്. നമുക്ക് അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിപ്പോൾ ക്രെയിനുകൾ ഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനാകും ലോറി എന്നതാണ്. മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, അപ്പോഴും എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്ന് പറയുമ്പോൾ പോലും ഈ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കയറുകളൊക്കെ ഘടിപ്പിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ലോറിയുമായി ഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ? തീർച്ചയായും ഇത് ആദ്യഘട്ടത്തിൽ ഘടിപ്പിച്ചിരുന്ന റോപ്പിന്റെ നീളം കുറവായതുകൊണ്ട് മറ്റൊരു റോപ്പ് ആ ക്രെയിനിൽ ഘടിപ്പിച്ചതിന് ശേഷം താഴേക്ക് ഇറക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും പ്രതീക്ഷ നിർഭരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഈ ദൗത്യത്തോടുകൂടി ലോറിയിൽ അത് ഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. വിനിതാവിശേഷം നേരത്തെ സംസാരിച്ച സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഫയർഫോഴ്സ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ സ്കൂബ ടീമുണ്ട്. അവരടക്കുന്ന സംഘം, അവരടക്കുന്ന സ്കൂബ ടീം ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു നിയന്ത്രണം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകളെ ഇവർ മേഖലയിൽ നിന്ന് മാറ്റുന്നത്. ഇപ്പോൾ ആ റോപ്പ് പൂർണ്ണമായിട്ട് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. സ്കൂബ ടീം അത് താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കണ്ട് വാഹനത്തിൽ